പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാലോ, നിങ്ങൾക്ക് ഇന്നല്ല അറിയാലോ. ഭയങ്കര ഗുഡ് ന്യൂസ് ആണ്, നല്ല സന്തോഷം തരുന്ന ഒരു ന്യൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നടക്കുന്ന 2020 വേൾഡ് കപ്പിന്റെ രണ്ടാമത്തെ മാച്ച്, നമീബിയയായിട്ട് നടക്കുന്ന രണ്ടാമത്തെ മാച്ചിൽ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യാണ് ഗൈസ്. പൊളിയല്ലേ അത്? പൊളിയാണ്, സത്യത്തില് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. പെട്ടെന്ന് അതൊരു വലിയൊരു സംഭവമാണ്. വൺ ലാസ്റ്റ് ചാൻസ് സഞ്ജു സാംസൺ. നാളത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗെയിമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, അഭിഷേക് ശർമ്മയ്ക്ക് പനിയായിരുന്നു. ഫസ്റ്റ് പനിയായിരുന്നു, നല്ല പനിയായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്കും പനി കഴിഞ്ഞ് പിന്നെ വീണ്ടും വയറിളക്കമായി. ഇതിനിപ്പോൾ സഞ്ജു സാംസൺ കൂടോത്രമെല്ലാം ചെയ്ത് വെച്ചാ അങ്ങനൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്തായിരുന്നാലും പനിയായിരുന്നു, പിന്നെ വയറിളക്കമായി, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെ സംഭവം നടന്നതല്ലോ. അതെല്ലാം കഴിഞ്ഞപ്പം ഇന്നൊരു 5 മണിയായപ്പം പ്രാക്ടീസിന് ഇറങ്ങിയ ഇഷാൻ കിഷന്റെ കാലില് ബുംറ ബോൾ എറിഞ്ഞ് ഇഷാൻ കിഷന്റെ കാലില് പരിക്ക്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് സത്യത്തിൽ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത് മുട്ടക്കൂടോത്രോ എന്തെങ്കിലും കൂടോത്രോ ആലോചിക്കുന്നത്. 2 ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് വയറിളക്കവും പനി. എന്തായാലും അടുത്ത മാച്ചിന് കാണൂല. അപ്പോഴേ ഓപ്പണിംഗ് സ്പോട്ട് നമ്മളെ ചെറുക്കന് വേണ്ടി ഓക്കെ ആയി. എന്തായാലും ചെറുക്കന് വേണ്ടി അത് റെഡിയായി. എന്തായാലും നാളത്തെ കളിയിൽ നമീബിയായിട്ട് എന്തായാലും ഇഷാൻ കിഷന് സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈവനിങ് ആയിരുന്നപ്പോൾ ഒരു ന്യൂസ് ഇതാ അടുത്തതാണ്. ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുംറ എറിഞ്ഞ യോർക്കർ ബോൾ കൊണ്ട് ഇഷാൻ കിഷന്റെ കാലിന് പരിക്കും. എന്ത് പറയാ, സത്യം എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിനും കളിച്ചിട്ടും സഞ്ജു സാംസൺ അവസരം കിട്ടിയില്ല. ഇതൊക്കെയാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ല. എന്തായാലും തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഗായ്സ്, അടുത്ത മാച്ചിൽ നാളെ നടക്കുന്ന നമീബിയയായിട്ടുള്ള മാച്ചിൽ സഞ്ജു സാംസൺ ഉണ്ട്. ഓപ്പണിംഗ് സ്ലോട്ടിൽ തന്നെ സഞ്ജു സാംസൺ ഉണ്ട്. ഇതൊരു ഡുവോ ഡൈ ഒരു സിറ്റുവേഷൻ ആണ്. സഞ്ജു സാംസൺ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം. ഇതിലും പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. ഇതിലും വലിയ ചാൻസ് ഇനി കിട്ടുമെന്ന് തോന്നില്ല. കാരണം അഭിഷേക് ശർമ്മ നാളെ എന്തായാലും കാണില്ല, കൺഫേം ആയിട്ട് കാണില്ല. വയറിളക്കം പനിയായിട്ട് കിടക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഡൽഹിയിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പുള്ളി. ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആയതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നാളത്തെ മാച്ച് കളിക്കാൻ പുള്ളി ഫിറ്റ് അല്ല, പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ല. അതുപോലെ തന്നെ ഇഷാൻ കിഷന് കാലിന് പരിക്ക്. ഇതെല്ലാം സഞ്ജു സാംസണിന് വേണ്ടി വന്നതുപോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു നാളത്തെ മാച്ചിൽ ചെറുക്കൻ ഒരു സെഞ്ചുറിയൊക്കെ അടിച്ച് തിരിച്ചു വരാനുള്ള ഒരു സെറ്റപ്പ് ആണോ എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. കാര്യം അങ്ങനെയാണ്, നമ്മളെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവൻ, അങ്ങനെയല്ല നമ്മൾ പറയണത്. ചിലപ്പോൾ നാളെ സഞ്ജു സാംസന്റെ കൂടെ ആയിരിക്കും തോന്നുന്നത് കണ്ടിട്ട്. ചാരത്തിൽ 5 മാച്ച് പൂർണ്ണ പരാജയമായി. പിന്നെ ഫസ്റ്റ് 2020 ചാൻസ് പോലും കിട്ടിയില്ല. രണ്ടാമത്തെ 2020 വയറിളക്കവും പനിയും കാരണം ചാൻസ് കിട്ടി. പക്ഷേ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോനെ ഇതിൽ കൂടുതൽ വലിയ ഒന്നുമില്ല. ഒരു 80+ സ്കോർ അടിക്കുക. ഒന്നും നോക്കണം, തിരിഞ്ഞു പിരിഞ്ഞൊന്നും നോക്കണം, അടിക്കുക. വെടിക്കെട്ട് അടിക്കുക. നേരത്തെ മുമ്പ് സെഞ്ചുറി അടിച്ച പോലെ അടിച്ച് പ്രൂവ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മൾ ട്വിറ്റർ ഫാൻസും സഞ്ജു ഫാൻസും അങ്ങ് ആള് കയറി കത്തിക്കോളും. പിന്നെ അപ്പോഴത്തേക്ക് ഓപ്പണിംഗ് സ്പോട്ടൊക്കെ തനിയെ അങ്ങ് കൊടുത്തോളും. എന്തായാലും സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഇതാണ്. നാളെ കാണുമെന്ന് ഒരു 99% ഉറപ്പാണ് നാളെ കാണുന്നത്. കാര്യം അഭിഷേക് ശർമ്മയ്ക്ക് വയ്യ, പനിയും അഡ്മിറ്റൊക്കെ ആയിരുന്നു, തീരെ വയ്യ. പിന്നെ ഉള്ളത് ഇഷാൻ കിഷനായിരുന്നു. ഇഷാൻ കിഷൻ ഇപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് ഇവര് പ്രാക്ടീസിനിടയിൽ ബുംറയുടെ ബോൾ കൊണ്ട് ഇഷാൻ കിഷന്റെ കാലിലും
പരിക്കോ എന്ന് പറഞ്ഞിട്ട് ഈശാൻ കിശൻ പോയെന്നല്ല, പക്ഷെ ഈശ അങ്ങനെ ഒരു ഇത് വന്നു. പക്ഷെ ഇതെല്ലാം അനുകൂലമായിട്ട് പറഞ്ഞ ആർക്കെന്നറിയാമോ? ആർക്ക്? നമ്മുടെ സഞ്ജു ചേട്ടന്, സഞ്ജു സാംസൺ ആണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം അനുകൂലമായിട്ട് പറഞ്ഞ സഞ്ജു സാംസൺ. പക്ഷെ ഇതിൽ പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം, പുള്ളി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെങ്കിലും പ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ന്യൂസ് അറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു കോടാനുകോടി ജനങ്ങൾ മൊത്തം സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഹ്ലാദം, ഭയങ്കര ഇതിലായിരുന്നു. നാളെ എന്തായാലും സഞ്ജു സാംസൺ ഇറങ്ങാൻ. അതിനിടയ്ക്ക് നമ്മളെ കേരളത്തിൽ പണിമുടക്കം കൂടി ആയതുകൊണ്ട് അറിയാമല്ല, എൻ്റെ പൊന്നോ നാളെ കളി കാണാൻ വേണ്ടി ആൾക്കാർ ടി വിയുടെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ ബാറ്റിംഗ് കാണാൻ എല്ലാവർക്കും ടെൻഷനാണ്, നല്ല ടെൻഷനും ഉണ്ട്. എന്നിരുന്നാൽ പോലും ആലോചിച്ച് നോക്ക്, നല്ല ഫോമിൽ നല്ലപോലെ അടിച്ച് നല്ല സ്ട്രൈക്ക് റേറ്റിൽ നല്ലപോലെ ബാറ്റ് ചെയ്ത് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സഞ്ജു സാംസൺ തിരിച്ച് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗായ്സ്. എന്തായിരുന്നാലും വയറിളക്കം വന്നതും കാലിന് പരിക്ക് വന്നതും പനി വന്നതും എല്ലാം സഞ്ജു സാംസന് ഉപകാരമായി. എന്തായിരുന്നാലും ഇത് തിരിച്ചു വരവാകട്ടെ, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടട്ടെ. അങ്ങനെയാണ് എല്ലാവരും, മലയാളികൾ പൊതുവെ അങ്ങനെയാണ്, ചാരത്തിൽ നിന്നായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. അതേപോലെയാണ് ഇത്, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. എന്താണ് നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ, നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇന്ത്യ വിൻ ചെയ്യണം, അത് ഫസ്റ്റ് പ്രയോറിറ്റി. സഞ്ജു ഫോം ആവണം സെക്കൻഡ് പ്രയോറിറ്റി. ബാക്കിയെല്ലാം അതുപോലെ നടക്കട്ടെ. എന്തായാലും നല്ലപോലെ നടക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരികയാണ്. ബൈ ഫ്രം ഭ്രാന്തൻ.